ആദ്യം അമൽ തേനമറമ്പിലേക്ക് പോകാം. അമൽ, ഇന്ന് വൈകിട്ടോടുകൂടി രാജ്യപ്രഖ്യാപനം എന്നുള്ള സൂചനകളാണ് ലഭിച്ചത്. കാരണം അത്രമേൽ സമ്മർദ്ദം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ രാജിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ രാഹുൽ തയ്യാറായില്ല. തനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ കേൾപ്പിക്കാനുള്ളത് കേൾപ്പിച്ചു. രാഹുൽ മടങ്ങി. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കാണോ എന്ന് സംശയിക്കുന്നു. ഇന്ന് രാജി ഉണ്ടാകുമോ അമൽ? ആര്യ, ഇന്ന് രാജി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് രാജി ഉണ്ടാകില്ല. കൂടുതൽ ആലോചനകൾക്ക് ശേഷം എന്തെങ്കിലും വേണമെങ്കിൽ അത് നാളെ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നിപ്പോൾ രാഹുൽ അടൂരിലത്തെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. കിളിമാനൂര് ഒരു ബന്ധുവീട്, അവിടേക്ക് ഒരു പക്ഷേ പോയേക്കാം. അല്ല എങ്കിൽ നേരെ തിരുവനന്തപുരത്തേക്ക് രാഹുൽ എത്തും. MLA ഹോസ്റ്റലിലാണോ അതോ എവിടേക്കെങ്കിലും ആണോ എത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഫെനി അടക്കമുള്ള രാഹുലിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ രാഹുലിനൊപ്പമുണ്ട്. എന്തായാലും MLA ബോർഡ് വെച്ച വാഹനത്തിൽ രാഹുൽ അങ്ങനെ ചുമ്മാതിറങ്ങി വീട്ടിൽ നിന്നും പോരും എന്ന് കരുതാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഈ പറയുന്ന രാജി എന്ന തീരുമാനത്തിൽ നിന്നും അവിടേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, നേതാക്കൾക്ക് ഇപ്പോൾ രാഹുൽ രാജിവെച്ചേ മതിയാകൂ എന്നുള്ള ഒരു വാശി പിടിച്ചുള്ള നിലപാടിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. രാഹുലിനെതിരെ ഉയർന്ന ഒരു ആരോപണത്തിൽ രാഹുൽ കൃത്യമായി തന്നെ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ അവന്തികയോട് സംസാരിക്കുന്നു. അതിന് നമ്മുടെ പ്രതിനിധി അവന്തികയോട് സംസാരിക്കുന്നുണ്ട്. രാഹുൽ പുറത്തുവിട്ട ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും പറയുന്ന ഡേറ്റ് അടക്കമുള്ള കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഇല്ല. ആദ്യഘട്ടത്തിൽ രാഹുലിനെ പറ്റി യാതൊരു പരാതിയും ഇല്ല. ഓഗസ്റ്റ് 1 എന്നാണ് രാഹുൽ പറഞ്ഞത്. അതേ തീയതി തന്നെയാണ് അവന്തികയും പറയുന്നത്. അപ്പോൾ ഈ ആരോപണം ഉയരുന്നതിന് കൃത്യം 2 ആഴ്ച മുൻപുള്ള ഫോൺ സംഭാഷണമാണ് അമൽ. അത് സ്വാഭാവികമാണ്. കാരണം ഈ റിനിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഇപ്പോൾ 4-5 ദിവസമേ ആകുന്നുള്ളൂ. അതിനും ഒരു മാസം മുൻപ് തന്നെ ഇത്തരം ഒരു സംഭാഷണം നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഒരു മാധ്യമപ്രവർത്തകനുമായാണ് അവന്തിക സംസാരിക്കുന്നത്. അതിൽ ആ മാധ്യമപ്രവർത്തകനോട് അവന്തിക പറഞ്ഞു വെക്കുന്നത് രാഹുലുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരുവിധ ആരോപണങ്ങളുമില്ല, ആരാണ് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത് എന്ന് പറഞ്ഞ അവന്തിക പിന്നീടൊരു ഘട്ടത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സൈബർ പ്രൊഫൈലുകളിലടക്കം വിശദമായ ചർച്ച നടക്കുകയാണ്. അവന്തിക ക്ലോസ്ഡ് ചാപ്റ്റർ മാത്രമല്ലല്ലോ നമ്മൾ കേട്ട ശബ്ദ സന്ദേശങ്ങൾ അത് ഒരു അവന്തികയിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിരവധി ശബ്ദ സന്ദേശങ്ങൾ, നിർബന്ധിത ഗർഭചിത്രത്തിൽ ശ്രമിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സന്ദേശമൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ രാഹുലിന്റെ കയ്യിലുള്ള കേൾപ്പിക്കാനുള്ള ഒന്ന് മാത്രം കേൾപ്പിച്ച് മടങ്ങിയാൽ ആരോപണങ്ങൾ അവിടെ അവസാനിക്കില്ലല്ലോ. ആര്യ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രാഹുൽ ഇപ്പോൾ അവന്തികയുമായി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ ഫേസ്ബുക്കിൽ ഇടുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അവന്തിക ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ളതാണ്. ദിവാദാസ് മുൻഷി പറഞ്ഞു വെച്ച ആ ഒരു സെന്റൻസ് എടുത്ത് അതുപോലെ ആവർത്തിക്കുകയാണ്. പക്ഷേ ആ ഒരു വിഷയം കൊണ്ട് മാത്രമാകുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുലിനെതിരെ ഇത് മാത്രമല്ല, ഉയർന്ന ആരോപണങ്ങളിൽ ഒന്ന് മാത്രമാണിത്. മറ്റുള്ള ആളുകൾ 2 പേർ, ഒന്ന് ഹണിയും അതോടൊപ്പം തന്നെ റിനിയും, 2 പേരും പരാതി നൽകാനില്ല എന്ന് പറയുന്നു. അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശം പെരുമാറ്റം അവരുടെ ഭാഗത്തുണ്ടായതായി അവരും പറയുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഉണ്ടായതായി അവരും പറയുന്നില്ല. അവർ പരാതിയും നൽകുന്നില്ല. അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത്, ഈ പറയുന്ന ആര്യ പറഞ്ഞ ഏറ്റവും ഗൗരവതരമുള്ള വിഷയമെന്ന് പറയുന്നത് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഓഡിയോയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നു. അത് ആരാണ് എന്ന് വ്യക്തതയില്ല എങ്കിൽ പോലും ഒരു ഭാഗത്ത് രാഹുലിന്റെ ഓഡിയോയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൽപ്പോൾ രാഹുൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാൻ പറ്റുന്ന ഒരു തരത്തിലും രാഹുലിന്റെ ആ ശബ്ദങ്ങൾ, ആ ശബ്ദ സന്ദേശങ്ങൾ നിഷേധിക്കാൻ കഴിയില്ല. ഈ നിമിഷം വരെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അതെങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കാമല്ലോ, അതെങ്ങനെയെങ്കിലും നിർമ്മിക്കാമല്ലോ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു രാഹുൽ. പക്ഷേ അത് കഴിഞ്ഞും ഇങ്ങോട്ട് ശബ്ദ സന്ദേശങ്ങൾ നിരവധി നമ്മുടെ മുന്നിലേക്ക് വന്നല്ലോ. അതൊന്നും രാഹുൽ അല്ല എന്ന്, അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത നിലവിൽ രാഹുലിൻ്റെത് മാത്രമാണ്. അത്തരത്തിലാണ് ഇപ്പോൾ രാഹുൽ ഒരു വിഷയത്തിൽ പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം രാഹുലിൻ്റെ രാജി ഒഴിവാകുന്ന സാഹചര്യമില്ല. മാത്രമല്ല, രാഹുൽ ഈ പറയുന്ന ആരോപണങ്ങളുടെ നിഴലിൽ നിന്നും മാറി നിൽക്കാനും പോകുന്നില്ല. അതിനാൽ തന്നെയാണ് മറ്റു നേതാക്കളെല്ലാം തന്നെ പറയുന്നത് രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്ന ഈ ഗർഭചിത്രം സംബന്ധിച്ച ശബ്ദ സന്ദേശത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോന്നായി ഓരോ ദിവസം പുറത്തു വന്നാൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധം രാഹുലിന് വേണ്ടി സൃഷ്ടിക്കാൻ ഇറങ്ങിയാൽ അന്നത് ബുദ്ധിമുട്ടാകും എന്നുള്ള തരത്തിലാണ് പറയുന്നത്. പക്ഷേ രാഹുലിനൊപ്പം സൈലന്റ് ആയിരുന്നവർ, രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ സൈലന്റ് ആയിരുന്നവർ ഒന്നടങ്കം രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ച് ഈ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അമലിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ അഭിലാലിലേക്ക് കൂടി ഒന്ന് പോയിക്കോട്ടെ. അഭിലാൽ, ഈ ആരോപണങ്ങൾ വന്നു തുടങ്ങിയ അന്ന് മുതൽ അടൂരിലെ സ്വന്തം വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഇത് 2ാം തവണയാണ്
മാധ്യമങ്ങളുടെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞു. രാജ്യപ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രതിരോധിക്കാനുള്ള ശ്രമവും കണ്ടു. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും രാഹുൽ പറഞ്ഞു. അത് കഴിഞ്ഞ് രാഹുൽ വീട്ടിൽ നിന്ന് MLA ബോർഡ് വെച്ച കാറിൽ ഇറങ്ങി. എങ്ങോട്ടേക്ക്? വലിയ ആത്മവിശ്വാസം രാഹുലിനെ അനുകൂലിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും കൈവന്നിരിക്കുന്നു എന്ന് വേണം ഈ യാത്രയിലൂടെ മനസ്സിലാക്കാൻ. കാരണം ബുധനാഴ്ച വൈകുന്നേരം ശരി, അഭിലാലിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലെ സ്വന്തം വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. MLA ബോർഡ് വെച്ച കിയ കാറിലാണ് യാത്ര. അപ്പോൾ തിരുവനന്തപുരം ലക്ഷ്യം വെച്ചാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനി അഥവാ ബന്ധു വീട്ടിലേക്കാണോ എന്നറിയില്ല. എന്തായാലും ഉറ്റ സുഹൃത്തായ ഫെനിയാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് അടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ് നോക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വന്ന് രാജി നൽകുകയാണോ എന്നറിയില്ല. അല്പസമയം മുൻപ് കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തിരുന്നു. മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചിരിയിൽ എല്ലാം ഒതുക്കി VD സതീശൻ മടങ്ങുകയായിരുന്നു. അമൽ, നോക്കൂ, നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഈ ഒരു അവന്തികയുടെ ഒരു ഓഡിയോ സന്ദേശം കാണിച്ചു എന്നതുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക അസാധ്യമാണ്. കാരണം പരാതി പ്രളയം രാഹുലിനെതിരെ ഉണ്ട്. KSU പ്രവർത്തകരടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത് കൊണ്ട് ആ കോൺഫിഡൻസ് കൈവരിച്ചു എന്ന് പറയാമോ? അത് പറയാൻ കഴിയില്ല. കാരണം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒന്നല്ല, ഒരു വാട്സപ്പ് സന്ദേശമല്ല പുറത്തു വന്നത്, ഒരു ഓഡിയോ സന്ദേശമല്ല പുറത്തു വന്നത്, ഏതെങ്കിലും ഒരു യുവതിയല്ല വെളിപ്പെടുത്തൽ നടത്തിയത്. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മെസ്സേജ് അയച്ചു എന്നത് മാത്രമല്ല, അതിലൊക്കെ അപ്പുറത്ത് ഗൗരവമായ മറ്റൊരു വിഷയം കൂടിയുണ്ട്. പോലീസിന് മുന്നിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ബാലാവകാശ കമ്മീഷന് കൊച്ചിയിലുള്ള ഒരു അഭിഭാഷകൻ നൽകിയ പരാതി, ആ പരാതി തുടർ നടപടികൾക്കായി അതിപ്പോൾ DGPയുടെ മുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് KV മനോജ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഓഡിയോ എവിടെ നിന്ന് വന്നു? ഈ വാർത്ത സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളോട് സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ആരാണ് ഈ ഓഡിയോ നിങ്ങൾക്ക് കൈമാറിയത്? ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുണ്ട്. ഗർഭചിത്രം നടത്തണമെന്ന് പറയുന്ന രാഹുൽ നിർബന്ധിക്കുന്ന ഒരു ഓഡിയോയുണ്ട്. ആ ഓഡിയോയുടെ സോഴ്സ് എവിടെ നിന്ന് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടി വന്നേക്കാം. കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം രാഹുൽ പുറത്തുവിട്ട ഈ ഓഡിയോ സന്ദേശം, ഈ അവന്തിക രാഹുലിന് ഫോർവേഡ് ചെയ്ത ആ ഓഡിയോ സന്ദേശം, തിരുവനന്തപുരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ അവന്തികയോട് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ, ഇതിലൂടെ രാഹുൽ കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് രാഹുൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. ഇതിലൂടെ ഇന്നത്തെ ഈ ഓഡിയോ സന്ദേശത്തിലൂടെ രാഹുലിന്റെ ലക്ഷ്യം എന്താണ്? ഇതിന് പിന്നിൽ എല്ലാം ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണോ? രാഹുൽ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം തന്നെ ഈ വിഷയത്തിൽ അവതരിപ്പിക്കുന്നു. അതിന് ഒരല്പമെങ്കിലും കരുത്ത് പകരുന്ന ഒരു ഓഡിയോ പുറത്തേക്ക് വിടാൻ ഇന്ന് രാഹുലിനായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റ് വിഷയങ്ങളിൽ പ്രതിരോധം തീർക്കാൻ രാഹുലിൻ്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതാണ്. ആ ഓഡിയോ സന്ദേശത്തിൽ ഒരു യുവതിയോട് ഗർഭചിത്രം നടത്താൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന രാഹുലിൻ്റെ ഓഡിയോയാണുള്ളത്. ആ ഓഡിയോയുടെ വിഷയമാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത്. ഈ ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് മാത്രം രാഹുലിന് രക്ഷപ്പെടാനാകുന്നില്ല എങ്കിൽ കൂടി രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന, രാഹുലിനെ തള്ളിപ്പറഞ്ഞ, അല്ലെങ്കിൽ രാഹുലിൻ്റെ സമീപത്തു നിന്നും ഒരല്പം ഉൾവലിഞ്ഞു നിന്ന ആളുകളെ വീണ്ടും രാഹുലിലേക്ക് അടുപ്പിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രാഹുലിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്പം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ആ പോസ്റ്റിന് താഴെ രാഹുലിന് വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് അടുത്താകുന്നു. ആ 1 മണിക്കൂറിന് അടുത്താകുമ്പോൾ രാഹുലിന് താഴെ വരുന്ന കമൻറ്റുകളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയല്ല. ഒരു ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. അതിൽ 7000-ഓളം കമൻറ്റുകളുണ്ട്. ഭൂരിഭാഗം കമൻറ്റുകളും രാഹുലിനെ അനുകൂലിച്ചുള്ള കമൻറ്റുകളാണ്. 755 ഷെയറുകളാണ് ഈ പറയുന്ന 1 മണിക്കൂറിനുള്ളിൽ ആ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. 26,000 ലൈക്കുകളിൽ വളരെ കുറച്ച് പരിഹാസ ഇമോജി മാത്രമാണ് അതിനകത്തുള്ളത് എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അങ്ങനെ രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ രാഹുലിന് ഈ ഓഡിയോ പുറത്തുവിട്ടുകൊണ്ടതായി. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ നിയമപരമായ വിഷയങ്ങളിലൊന്നും രാഹുലിനെ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിന് മുന്നിൽ താൻ ഈ പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെടാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് രാജി ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ കഴിയില്ല. പക്ഷേ തനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. താൻ നിരപരാധിയാണ് എന്നൊരു ന്യായവാദം രാഹുലിന് പറയാൻ കഴിയും, ഒരു പ്രതിരോധം തീർക്കാൻ കഴിയും. അതിന് ഇന്നത്തെ ഓഡിയോ ഉതകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. രാഹുൽ എന്തായാലും തിരുവനന്തപുരത്തേക്ക് വരികയാണ്. നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് രാജി ഉണ്ടാകില്ല.
രാജി ഉണ്ടെങ്കിൽ തന്നെ അത് നാളെ എന്നുള്ള തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിലപാടിൽ വിട്ടുവീഴ്ച ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം രാഹുൽ പറഞ്ഞതോടുകൂടി ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് മതിയോ രാജി എന്നുള്ള കാര്യത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ രാജി വേണമെന്നുള്ള നിലപാടിൽ നേരത്തെ പറഞ്ഞ രമേശ് ചെന്നിത്തല അടക്കം, ഉമാ തോമസ് അടക്കമുള്ള, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള, ബിന്ദു കൃഷ്ണ അടക്കമുള്ള ആളുകൾ ഉറച്ചു നിൽക്കുന്നു. പരസ്യമായി അവർ അത് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തിൽ രാഹുലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം പറയുന്നു. ഹൈക്കമാൻഡും സമാന നിലപാടിലേക്ക് എത്തി. ഞാൻ അമലിലേക്ക് മടങ്ങി വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കാണോ വന്നതെന്നൊക്കെ സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോ സസ്പെൻസിന് മുകളിൽ സസ്പെൻസ് രാഹുൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് രാഹുലിന്റെ കാർ തിരികെ എത്തിയിട്ടുണ്ട്. സി കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, കാറിൽ രാഹുൽ ഉണ്ടോ? രാഹുൽ അടക്കം 5 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അവർ തിരികെ വീട്ടിലെത്തി എന്നുള്ളത് രാഹുലിന്റെ സുഹൃത്ത് തന്നെ വിളിച്ച് അറിയിക്കുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ തിരുവനന്തപുരത്തേക്ക് MC റോഡിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തേക്ക് നീങ്ങിയതോടുകൂടി കൂടുതൽ സംശയങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ കാണാനോ ഒരുപക്ഷെ നിയമസഭാ സെക്രട്ടറിയെ കാണാനോ ഒക്കെ തന്നെ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നതായിരുന്നു നീക്കങ്ങൾ. അത്രയും ആകെ കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താത്ത തരത്തിൽ സസ്പെൻസ് പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ടുള്ളതായിരുന്നു രാഹുലിന്റെ നീക്കങ്ങൾ. അത്രയും അത് ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് ഒഴിവാക്കിയത് മുതൽ തുടങ്ങിയതാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ രാജിപ്രഖ്യാപനം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല സംഭവിച്ചത് എന്ന് തന്നെ വേണം കണക്കിലെടുക്കാൻ. ഇന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷം അല്പം കൂടി കഴിഞ്ഞതോടുകൂടി MLA ബോർഡ് വെച്ച വാഹനം തയ്യാറാക്കി നിർത്തി അതിൽ ആണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത്. അടൂരിൽ നിന്നും അടൂർ ഭാഗത്തേക്ക് പോകുന്നു എന്നത് മാത്രമായിരുന്നു സൂചന. അങ്ങനെ സാവധാനം വീട്ടിൽ നിന്നിറങ്ങിയ വാഹനത്തെ 10 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് തൊട്ടു പിന്നിൽ പിന്തുടരാൻ സാധിച്ചത്. ഏനാത്ത് സമീപം എത്തിയപ്പോൾ വാഹനം പിന്നീട് അതിവേഗതയിൽ മുന്നേക്ക് കടന്നു പോവുകയും പിന്തുടരാൻ കഴിയാതെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുകയും ചെയ്തത്. സ്വാഭാവികമായും ജില്ലാ അതിർത്തി ആയിട്ടുള്ള ഏനാത്ത് കടന്നാൽ പിന്നീട് കൊട്ടാരക്കര അങ്ങനെ തിരുവനന്തപുരം ഭാഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമായിരുന്നത്. എന്നാൽ ഇടയ്ക്ക് നിരന്തരമായി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന ആളുകളെ മൊബൈൽ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ സുഹൃത്തായ ഒരാൾ തിരികെ വിളിച്ച് ഞങ്ങൾ ഉടൻ മടങ്ങിയെത്തുമെന്നത് സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ ഞാനത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തില്ല. കാരണം ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ ഒഴിവാക്കി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അല്പം മുമ്പ്, അതായത് 1 മിനിറ്റ് മുൻപാണ് ആ സുഹൃത്ത് തന്നെ തിരികെ വിളിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്നുള്ള വിവരം കൂടി പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ആത്മവിശ്വാസം അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾക്കും ലഭ്യമായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാം. കാരണം 4 ദിവസം വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്ന രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാന ആരോപണങ്ങളിൽ താരതമ്യേന പ്രകടനശേഷിയിൽ 2ാം സ്ഥാനത്തുള്ള വിഷയത്തിന് ശബ്ദ സന്ദേശത്തിലൂടെ മറുപടി നൽകിക്കൊണ്ട് പ്രതിരോധം തീർത്ത് അദ്ദേഹം ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നത്. ഞാൻ അഭിലാലിലേക്കും അമലിലേക്കും മടങ്ങി വരാം. ഇപ്പോൾ അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾക്കാണ് മറുപടി പറയാൻ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത്. ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് രാഹുൽ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അവന്തികയ്ക്ക് എന്ത് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. രാഹുലിന്റെ ഇന്നത്തെ വിശദീകരണം അല്ലെങ്കിൽ ന്യായീകരണം പൂർണ്ണമായും തള്ളുകയാണ് അവന്തിക. തന്റെ വെളിപ്പെടുത്തലിന് മുന്നേയുള്ള സംഭവമാണ് രാഹുൽ പറയുന്നത്. യുവനടിയുടെ വെളിപ്പെടുത്തലിന് ശേഷം രാഹുലിൽ നിന്ന് നേരിട്ട ദുരനുഭവം തുറന്നു പറയണമെന്ന് തോന്നിയെന്നും അവന്തിക പറഞ്ഞു. പേടിച്ചിട്ടാണ് അന്ന് പ്രതികരിക്കാതിരുന്നതെന്നും അവന്തിക കൂട്ടിച്ചേർത്തു. എങ്ങനെ ഒന്നുകൂടെ പറയോ? അത് ഞാൻ വെളിപ്പെടുത്തുന്നതിന് ഈ കാര്യം സംസാരിക്കുന്ന മുന്നേ ഉള്ള ഓഡിയോ ആണ്. അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടർ തന്നെയാണ് പിന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്. റിപ്പോർട്ടർ എന്റെ അടുത്ത് സംസാരിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പേടിച്ചിട്ടായിരുന്നല്ലോ അന്ന് സംസാരിക്കാതിരുന്നേന്ന്. ശരിയാണ്, അന്ന് ഞാൻ പേടിച്ചിട്ടാണ് അന്ന് സംസാരിക്കാതിരുന്നത്. അപ്പൊ ഈ പഴയ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പൊ പറയുന്നത് അല്ലേ? അതെ അതെ, ഈ ഇടയ്ക്കുള്ള ഓഡിയോ ക്ലിപ്പ് ഒന്നും അല്ലല്ലോ ഇത്. പഴയ ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഇപ്പം രാഹുൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണോ? അതെ. എന്തായാലും ഇത് പഴയ ഓഡിയോ ക്ലിപ്പ് എന്നാണ് അവന്തിക പറയുന്നത് അല്ലേ? ഇത് എപ്പോഴാണ് സംസാരിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഡേറ്റോ അങ്ങനെ? 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അതിന് ഈ അലിഗേഷൻസ് പറഞ്ഞാൽ 2 ആഴ്ച മുന്നേ സംസാരിച്ചു. അതായത് ഈ രാഹുലിനെതിരെ ഇങ്ങനെ ഈ ആരോപണങ്ങൾ വന്നു തുടങ്ങിയ സമയത്താണോ? അതിന്റെ മുന്നേ ഉള്ളതാ. അതിനു മുന്നേ ഒരു ഡേറ്റ്, എക്സാക്ട് ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും നോക്കിട്ട് പറയാം. 1/8/25
1/8/25 അതായത് ഈ ആരോപണങ്ങൾ വന്നു തുടങ്ങിയ സമയത്ത്. അതിന് എല്ലാ പബ്ലിക്കിലെ ആരോപണങ്ങൾ വന്നതിന് മുന്നേ ഉള്ളതാ. അന്ന് ഈ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കോണ്ടസ്റ്റ് എന്തായിരുന്നു? ഏത്? ഈ റിപ്പോർട്ടറുമായിട്ടേ അന്നിങ്ങനെ എനിക്ക് എവിടുന്നോ ആൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞാണ് അയാൾ എന്റെ അടുത്ത് സംസാരിച്ചതെന്ന്. അപ്പൊ ഞാൻ അന്ന് തുറന്നു പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അല്ല, പേടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? തീർച്ചയായും അതിനുശേഷമാണ് അടി വെളിപ്പെടുത്തിയതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഒരു വെളിപ്പെടുത്തൽ വന്നപ്പോഴാണ് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയെന്നാണ് അല്ലേ? അതെ, വേറൊന്നും അയാള് സംസാരിക്കുന്നില്ലല്ലോ. ഈ അവന്തികയ്ക്ക് ഇങ്ങനെ ഒരു തുറന്ന് സംസാരിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ നിങ്ങളുടെ ഒരു അവസ്ഥ? എന്താണ്, കേസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? സൈബർ ആക്രമണം സംബന്ധിച്ച് ഒന്നും തന്നെ ഞാൻ കേസ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളാണ്, അറിയാലോ. ഇപ്പൊ വീണ്ടും അലിഗേഷൻസ് എല്ലാം വന്നോണ്ടിരിക്കുകയാണ്, നമ്മൾ തന്നെ ഫേസ് ചെയ്യണ്ടേ. ഓക്കേടാ, നടക്കട്ടെ എന്നാല്. ശരി ശരി. അവന്തികയുടെ പ്രതികരണമാണ് ഈ കേട്ടത്. അമൽ, അവന്തിക പറയുന്നത് ഈ യുവനടി, അതായത് റിനി ആൻ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സധൈര്യം വന്നു പറഞ്ഞു, അതിനുശേഷം തനിക്കൊരു ആത്മവിശ്വാസം കിട്ടി, താൻ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ എന്നുള്ള. അതിലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ആദ്യം ഒരു പക്ഷേ പുറത്തു പറയാൻ ഭയമായിരുന്നിരിക്കണം, അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നീട് ഒരാൾ പറയുന്നത് കേട്ട്, ഒരാൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് പറയുന്നത് കേട്ടപ്പോൾ താൻ നേരിട്ട ദുരനുഭവങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അപ്പോൾ അവന്തികയുടെ പരാതി പൂർണ്ണമായും ഇല്ലാതായി എന്ന് ഈ നിമിഷത്തിലും നമുക്ക് പറയാൻ കഴിയില്ല. അവന്തികയുടെ പരാതി പൂർണ്ണമായി ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല. അതിപ്പോൾ അവന്തിക അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് പറയുന്ന അത്രയും കാലം അങ്ങനെ അവന്തികയ്ക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് അവന്തിക നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാകുന്നത്. അതിനും അപ്പുറത്ത് ഈ ഡാനുമായുള്ള സംസാരം, തിരുവനന്തപുരത്ത് ഒരു മാധ്യമപ്രവർത്തകനാണ്, ആ സംസാരത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന തീയതി അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രാഹുലും അത് പറയുന്നുണ്ട്, ആ ഓഡിയോയിലും പറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമപ്രവർത്തകരെ വിളിക്കുമ്പോൾ ആ അവന്തിക സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ സംസാരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം രാഹുലുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പരാതി തനിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അത് പറയുമ്പോൾ അത് പറഞ്ഞതിനും ഒരു മാസത്തിന് ശേഷം വീണ്ടും മറ്റൊരു ആരോപണം വരുന്നു. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള തരത്തിൽ അവന്തിക സംസാരിക്കുന്നു. ആ ഓഡിയോ രാഹുലിന്റെ കൈവശം എത്തിയത് രാഹുലിന് തന്നെ അവന്തിക അയച്ചു കൊടുത്തതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ തന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് അവന്തിക രാഹുലിന് അയച്ചു കൊടുക്കുന്ന വീഡിയോ ആണ്. രാഹുൽ അത് ചോദിച്ചു വാങ്ങുന്നതാണ്, ആ വീഡിയോ വാങ്ങി കൈവശം വെക്കുന്നത്. ആ ഓഡിയോയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പരാതി ഉണ്ട് എന്ന് അവന്തിക പറഞ്ഞാൽ പരാതിയുണ്ട്. പക്ഷേ അവന്തിക പറയുന്നതിൽ കുറച്ച് വ്യക്തത കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ BJP പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ അവന്തിക എന്ന ഈ ഫോൺ എടുത്ത് ഉയർത്തി കാണിക്കുമ്പോൾ അങ്ങനെയുള്ള ചില ആളുകളുടെ കോളുകളൊക്കെ വന്നിരുന്നു. അതെല്ലാം ഉയർത്തിയാണ് രാഹുലിനൊപ്പം നിൽക്കുന്നവർ ഇപ്പോൾ പ്രതിരോധം ഉയർത്തുന്നത്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അതൊരൊറ്റ കാര്യമാണ് എന്നുള്ളതാണ് അവന്തികയുടെ വിഷയം മാത്രമാണ്. അന്ന് ഞാൻ ഓർക്കുന്നത്, അന്ന് മാധ്യമങ്ങളെ അവന്തിക കണ്ട സമയത്ത് ആ വൈകിട്ട് തന്റെ ഫോൺ കോൾ രാഹുൽ വിളിച്ചു, തന്നെ കണ്ടോ, ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷവും ആ ആരോപണങ്ങൾ പുറത്ത് തന്റെ പേര് പറയാതിരിക്കാൻ രാഹുൽ വിളിച്ചു എന്ന രീതിയിൽ ആ ഫോൺ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് രാഹുൽ അയച്ച മെസ്സേജുകളൊക്കെ പറഞ്ഞു, അമൽ, ഐ വോണ്ട് ടു ടോക്ക് ടു യു. അതെന്തുകൊണ്ടാണ് അതായത് ഈ അവന്തിക ഇതിന് മുൻപ് അയച്ച ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വിട്ടോട്ടെ, സത്യം പുറത്തു വരുന്നതിൽ പേര് പറഞ്ഞോട്ടെ, ഇത് കാണിച്ചോട്ടെ, പുറത്ത് വന്നോട്ടെ എന്ന് പറയാൻ വേണ്ടി താൻ വിളിച്ചു എന്നാണ് രാഹുൽ പറയാൻ ശ്രമിക്കുന്നത്. രാഹുൽ അത് തന്നെയാണ് പറയുന്നത്. അവന്തിക എന്ന ഉയർത്തി കാണിക്കുന്ന ആ ചാറ്റിൽ കൃത്യമായി തന്നെ രാഹുൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 2 തവണ കോൾ വരുന്നു. അതിനുശേഷം പിന്നീട് അവന്തികയുടെ ഫോണിലേക്ക് രാഹുലിന്റെ വാട്സപ്പ് കോളുകളാണ്. രാഹുൽ ഇന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കൂടിയുണ്ട്, ജസ്റ്റിസ് പുറത്ത് വരാൻ വേണ്ടി എന്റെ കൂടെ നിൽക്കില്ലേ എന്ന് പറയുന്ന മെസ്സേജ് അവന്തിക അന്ന് കാണിച്ചതിലില്ലായിരുന്നു. പക്ഷേ രാഹുൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിപ്പോൾ അവന്തിക ഡിലീറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ രാഹുൽ ഇത്തരം ഒരു മെസ്സേജ് ഉണ്ട് എന്ന് അയക്കാതെ പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആ ഫോണിൽ അന്നുണ്ടായിരുന്ന അവന്തിക ആ ഫോൺ ഇങ്ങനെ എടുത്ത് ഉയർത്തി കാണിക്കുമ്പോൾ അതിൽ ABVPയുടെ ഒരു നേതാവിൻ്റെ കോള്, ഈ രാഹുലിനെ വിളിക്കുന്ന ആ സമയത്ത് ഒരു കോൾ വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു റിപ്പോർട്ടറുടെ കോള്, അതും അവർ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറാണ്. ആ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതിനിടയിലുള്ള രാഹുലിന്റെ കോളാണ് അവർ ഇങ്ങനെ എടുത്ത് ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രതിരോധം തീർക്കാൻ രാഹുൽ ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണ് എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്ത് മറ്റു പരാതികളും. ഒരു അവന്തിക മാത്രമല്ല,
എത്രയോ പരാതികളുണ്ട്. അവന്തികയുടേതിനേക്കാൾ ഗുരുതര സ്വഭാവമുള്ള പരാതികൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ശബ്ദ സന്ദേശങ്ങളൊന്നും ഒരു തരത്തിലും നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. ഇന്നിപ്പോൾ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വിട്ടു എന്നുള്ളത് കൊണ്ട് മറ്റ് ആരോപണങ്ങളെ കുറിച്ച് ഒരു വരി പോലും പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു അവന്തികയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഓഡിയോ സന്ദേശം പുറത്തു വിട്ടു എന്നുള്ളത് കൊണ്ട് ഒരു ആരോപണവും ഇല്ലാതാകുന്നില്ല. ആരോപണങ്ങൾ അതേപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനിയും കുറേ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. KPCC നേതൃത്വം, സംസ്ഥാന നേതൃത്വം, ഹൈക്കമാൻഡ് അടക്കം ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രാജി അത് അനിവാര്യമാണ്. ഇനി അതെപ്പോൾ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ.